ഉറക്കക്ഷീണം കഴിഞ്ഞ് വന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്തോണ്ട് പോവാം. നമ്മളെ വണ്ടി എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വണ്ടി ഇന്ന് വാങ്ങിക്കണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെസ്സി കാശ 1 2 3. നമ്മളതാ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പുതിയ കാറ് വന്നെന്നാണ് എന്തായാലും പോയി നോക്കാം. ഏതാ ഡിഫറെൻ്റാണെന്ന് തോന്നുന്നത്. സെറ്റ് കാറാണെന്ന് പല കളറിലുണ്ടല്ലോ. നേരെ വാസുവിൻ്റെ കടയിലോട്ട് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റോപ്പിൽ വരുമെന്നാണ് പറയുന്നത്. അയ്യോ, വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി. പുതിയ വണ്ടി ഇത്ര നാള് കംപ്ലൈൻ്റ് ആയി. അയ്യോ ചേട്ടാ, വല്ലോ പറ്റിയ? ഇല്ല, ഒരു കുഴപ്പമില്ല. നമ്മളെ വണ്ടി ഫുള്ള് അടിച്ച് ഓടിക്കാൻ പറ്റുമോ നോക്കിട്ട് നമുക്ക് ടാക്സിയാ ബസ്സാവില്ല, അല്ലെങ്കിൽ മോട്ടിച്ച് പോകേണ്ടി വരും. നമുക്ക് എന്തായാലും ഇന്ന് വേറെ ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് കാണാം. നമുക്ക് അവിടെ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകാം. നമുക്ക് ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി. നമ്മൾ ബസ് ഇവിടെ വന്ന് നമുക്കിനി ആ ബസ്സിൽ കയറി പോവാം. ഇനി നമ്മൾ ആ കട എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി അകത്തോട്ട് കുറേ വണ്ടികൾ മണ്ടയിലൊക്കെ നിർത്തിയിട്ടേക്കാണല്ലേ. വാസുവിന് എന്ത് ചെയ്യും? അയ്യോ, വാസുവിന് ഇവിടെ ഇല്ലല്ലോ. വിളിച്ചു നോക്കി നോക്കാം എന്ത് ചെയ്യുന്നു. ഇതാണ് വാസുവിൻ്റെ നമ്പർ. ഓക്കെ, നമ്മളെ വാസുവിനെ വിളിക്കുന്നുണ്ട്. ഹലോ, എന്താടാ മോനെ? നീ ഷോറൂമിലെത്തിയല്ലേ? എത്തി. നീ ഏതെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എടുത്തോണ്ട് വെക്കോ. മണ്ടയിലൊരു സെറ്റ് വണ്ടി കിടപ്പുണ്ട്.
ഏറ്റവും മണ്ടയില അല്ലടാ, അവിടെ നോർമൽ അവിടെ അവിടെ ഒരു സ്റ്റെയർ കേസ് കിടക്കുന്ന സാധനമൊക്കെ. അവിടെ അതിലെ കൂടെ കയറിപ്പോയ അവിടെ ഒരു RGB വണ്ടി അവിടെ പോകണം. നീ അത് എടുത്തോണ്ട് പൊക്കോ. അത് അടിപൊളി വണ്ടിയാണ്. നീ അതെടുത്ത് വേണമെങ്കിൽ. അല്ലെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സ്പെഷ്യൽ വണ്ടിയുണ്ട്, ഗ്രീൻ കളർ വണ്ടി. അത് അടിപൊളിയാണ്. നീ വേണമെങ്കിൽ അതും എടുത്തോണ്ട് പൊക്കോ. അത് അടിപൊളിയാണ്. നീ അത് നോക്കിയിട്ട് എടുത്തോണ്ട് പൊക്കോ. നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് പൊക്കോ. പൈസ നീ പിന്നീട് തന്നാൽ മതി. ഞാൻ ഇപ്പോൾ വീട്ടിലില്ല. ഓക്കെ അണ്ണാ, ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഫോൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫോൺ വെച്ച് നമുക്ക് മണ്ടയിൽ ഒരു വണ്ടി കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് നമ്മൾ മണ്ടയിലോട്ട് പോകണം. ഇതെന്തൊരു വണ്ടി? ഇത് RGB. ഓ പൊളി. ഈ ഡിഫൻഡർ വലിയ രസമില്ലടേ കാണാൻ. ഒട്ടേക്കൊരു വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ എങ്ങനെ കയറ്റിയാണ്ട്. ഓ ഇത് സെറ്റ് സാധനം. എനിക്ക് ഒന്നും കൂടെ നമ്മളെ വിളിച്ച് ചോദിച്ചു നോക്കാം ഇതിന് എത്ര രൂപയാണ്. ഹലോ, എന്താടാ? വാസുണ്ണ, ഇതിന് എത്ര വിലയാണ് ഈ RGB വണ്ടിക്ക്? അതിന് വെറും 10 ലക്ഷം രൂപയേ ഉള്ളൂ മോനെ. മറ്റേതിന് ഗ്രീനാണെങ്കിൽ 9 ലക്ഷം. നോർമൽ ഡിഫൻഡറിനാണെങ്കിൽ വെറും 5 ലക്ഷം മാത്രമേ ഉള്ളൂ. അയ്യോ വാസുണ്ണ, എൻ്റെ ഇപ്പോൾ 9 ലക്ഷമേ ഉള്ളൂ. എനിക്ക് ആ ഗ്രീൻ എടുത്തോണ്ട് പൊക്കോ മോനെ. എനിക്ക് RGB അപ്പോൾ വേണ്ടല്ലേ. നിനക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് വെക്കോ. ഓക്കെ എങ്കിൽ ശരി. ഓക്കെ, വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോകാനാണ് പറഞ്ഞത്. അയ്യോ നമ്മുടെ തല. അയ്യോ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സീനില്ല. അപ്പം നമുക്ക് ഈ പച്ച ഡിഫൻഡർ ഇറങ്ങി സ്വന്തമാക്കാം. ഈ വണ്ടി നമുക്ക് എടുക്കാം. പച്ച ഡിഫൻഡർ ഉദ്ഘാടനമാണ് കാണുന്നത്. നമ്മൾ റോഡിലോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി ഈ വണ്ടി. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അത് നമുക്ക് വാസം വല്ല വണ്ടി നമ്മൾ വാങ്ങിക്കണമെങ്കിൽ കമന്റ് ഇതാണ് വാസുവിൻ്റെ വർക്ക്ഷോപ്പ്. വണ്ടി പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അല്ലെങ്കിൽ നമുക്ക് വാസുവിനെ വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ വാസുണ്ണ, ഇവിടെ നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റായി. അപ്പോൾ ഇവിടെ നിങ്ങളെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്ന് ശരിയാക്കി തരണേ. ഇച്ചിരി 1 ലക്ഷം രൂപ എക്സ്ട്രാ തരാം. അടിപൊളിയായിട്ട് വണ്ടി അടിപൊളി സെറ്റാക്കണം. വണ്ടി ഭയങ്കര മോഡിഫൈ ഒക്കെ ചെയ്ത് പഞ്ചാബിലെ വണ്ടി കണക്കാക്കണം. സെറ്റ്. ഓക്കെ മോനെ, ഓക്കെ സെറ്റ്. ഓക്കെ എന്നാ, അപ്പോൾ ബൈ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.